Hello everybody, welcome back to Silver Eyes. ഓക്കെ, ഞാനിവിടെ കട്ടിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമൽ പാൻറ് അഥവാ സൽവാർ എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് മി എ തംസ് അപ്പ് ആൻഡ് ലെറ്റ് മീ നോ കമൻറ്റ്സ് ബിലോ. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു നോർമൽ പാൻറ്റിന് 2.25 മീറ്റർ ക്ലോത്ത് മതിയാകും. പാൻറ്റിനായി ഒരാളുടെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. 4 എന്തിനാണ്? 2 ഇഞ്ച് ബെൽറ്റ് പ്ലസ് 2 ഇഞ്ച് ബോട്ടം ലെഗ് റൗണ്ട്. നെക്സ്റ്റ് ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4, അതിൻ്റെ ആൻസർ പ്ലസ് 2 ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇവിടെ 2 ഇഞ്ച് ലൂസിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ നാടേക്ക് പകരം എലാസ്റ്റിക് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എലാസ്റ്റിക് എത്ര വിടുത്താണോ അതിനനുസരിച്ചായിരിക്കണം ബെൽറ്റിൻ്റെ മെഷർമെൻറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക്കിന് 1 ഇഞ്ച് വിടുത്തായതുകൊണ്ട് ഞാൻ 2 ഇഞ്ചാണ് ഇവിടെ എടുത്തത്. നെക്സ്റ്റ് സീറ്റ് ലെങ്ത് മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് സീറ്റ് റൗണ്ട്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക. ഇവിടെ 3 ഇഞ്ച് ആഡ് ചെയ്തത് ക്രോച്ച് ഏരിയക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് മെഷർമെൻറ്റ് ബോട്ടം ലെഗ് റൗണ്ട് എടുക്കാം. ബോട്ടം ലെഗ് റൗണ്ട് ലൂസിൽ 1 ഇഞ്ചെങ്കിലും ആഡ് ചെയ്യുക. സീം അലവൻസിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ടിംഗ്. അറ്റ് ഫസ്റ്റ് ക്ലോത്ത് 4ആയി മടക്കി എല്ലാ മെഷർമെൻറ്റും അടയാളപ്പെടുത്തുക. ക്ലോത്തിൻ്റെ ക്ലോസ്ഡ് ഏരിയ നമ്മുടെ ഭാഗത്താക്കി വേണം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനും ക്ലോത്ത് കട്ട് ചെയ്യാനും. ഇനി ഹിപ്പ് റൗണ്ടിനനുസരിച്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്യാം. ഇലാസ്റ്റിസിറ്റി അനുസരിച്ചായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഇലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചെങ്കിലും അധികം എടുക്കണം. ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനി കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണുവാനായി സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കൊമൻറ്റ്സ്, പിക്സ് എല്ലാം ഷെയർ ചെയ്യുക. സ്റ്റേ സേഫ് until I see you in my next episode. Thank you and goodbye.